എല്ലാവർക്കും ക്ഷീരദിനാശംസകൾ. എല്ലാവർക്കും നമസ്കാരം. വനിതാ ശിശുക്ഷേമം തൊഴിൽ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ മന്ത്രി ബിന്ദു കൃഷ്ണ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ ഗമ്മായിരിക്കുകയാണ്. ബിരിയാണി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി ദം ബിരിയാണിയാണ്. ബിന്ദു മാഡം ഒരു ബിരിയാണി ചോദിച്ചു, ശംഖു ഒരു ബിർണാണിക്കാലം തിരിച്ചു കൊടുത്തു. ആദ്യം സംഭവം തുടങ്ങിയ വീഡിയോ കണ്ട് പെട്ടെന്ന് തിരിച്ചു വരാം. എവിടെ? അംഗൻവാടിയിൽ ബിരിയാണി. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ ആ മെനു അടക്കം എനിക്കിഷ്ടാ. അപ്പൊ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. മാഡം ഈ കുഞ്ഞാരാ? നമ്മുടെ ആ ബിർണാണി ചോദിച്ച കുഞ്ഞുണ്ടല്ലോ, ഇവനറിയോ ഇങ്ങക്ക്? അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളെ മളാകോസ് ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാ. രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണല്ലേ? ഓ. ആ കുഞ്ഞുങ്ങളുടെ വെൽബീയിങ്ങും അവരുടെ ഇഷ്ടങ്ങളും കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് മെനു പരിഷ്കരിക്കാൻ. അപ്പൊ നമുക്ക് ദമ്മിടാൻ നോക്കാം. അപ്പൊ ബിരിയാണി കൊടുക്കുമായിരിക്കും. പക്ഷെ നിവർത്തിയില്ല. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കഴിച്ചിടാനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇന്ന് ബിരിയാണി എങ്ങനെ കൊടുക്കും. പക്ഷെ അവൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മള് പ്ലാനിങ് ഡെയിലി നടക്കണം. രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണെങ്കിലും ബിരിയാണിക്കിപ്പോ സാമ്പത്തിക അവസ്ഥയില്ല. കാരണം ഏറ്റവും പരിമിതമായ പൈസ കൊടുത്തിട്ട് ബിരിയാണി കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒന്നും പറയാനല്ല, അടിപൊളി. അല്ല മാഡം, ഈ മോൻ ആരാന്നാ പറഞ്ഞ? അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളെ മളാകോസ് ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാ. എന്ത് വീട്ടിലാണ് ഇയാള്? വെറും രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനല്ല, മഹിളാ കോൺഗ്രസിലെ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോൻ. പുതിയ മന്ത്രി പറഞ്ഞു ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണ്. തൂക്കിയല്ലോ നാദാ. ഒന്നുമില്ലല്ലോ. അപ്പൊ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. വല്ലാത്തൊരു ജീവിതം അല്ലേ മാഡം? പോലെ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോൻ എന്തോ പറയുന്നു. ഞാൻ രാമാമണി ചേച്ചിയുടെ ഒന്നും കൊച്ചുമോനല്ല. വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. മാവേലി പോയ റൂട്ടിൽ തന്നെ അപ്പാടങ്ങ് പോയാ മതിയെന്നും തോന്നിയിട്ടുണ്ടാവും. എല്ലാവർക്കും ലോക ക്ഷീരദിന ആശംസകൾ. ആശംസകൾ. നീ ആരാ ശംഖു? എന്റെ അപ്പാമ്മ ഒരു ഓമന, എന്റെ അമ്മാവിടെ റീരാട്ടങ്കപ്പ. ഇത്രയുള്ള കാര്യം. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത്രയും വരുമെന്ന് ബിന്ദു മാഡം കരുതിയതേയില്ല. അത് കഴിഞ്ഞു. വേറെ വകുപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ചോദിക്കും. ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ, കരയണമെങ്കിൽ കരയാ. അതിന്റെ ഇടയ്ക്ക് കുറെ ട്രോളുകൾ വന്നു. നിലവിലെ സർക്കാരിന്റെ അവസ്ഥ വെച്ചിട്ട് ശംഖുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രോൾ വന്നു. അത് ഇതാണ്: ശംഖുവിനെതിരെ നടപടി, ബാലവാടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തേക്കും. സംഭവത്തിൽ പ്രതിഷേധിച്ച് കുട്ടികൾ ഉച്ചനിദ്ര ബഹിഷ്കരിച്ചു. ട്രോളാണേ, നമ്മളെയൊന്നും സസ്പെൻഡ് ചെയ്തേക്കണ്ട. അത് കഴിഞ്ഞു. വേറെ വകുപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ചോദിക്കും. വകുപ്പിനെ കുറിച്ച് മാത്രമേ ചോദിക്കാവൂ. വകുപ്പിനെ സംബന്ധിക്കുന്നതിൽ മാത്രമേ മന്ത്രി ഇപ്പം ഇടപെടാറുള്ളൂ. എന്താ ഒരു ചിത്രം പൊന്തി വന്ന പോലെ. ഇത് ആരെടുത്തുന്ന അനുഗ്രഹം മണിക്കുന്നേ? നന്നായി വാ. അപ്പോഴേ പറഞ്ഞതാണ് ബിന്ദു മാഡം, വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ മാഡത്തോട് ചോദിക്കാവൂ. അങ്ങനെയുള്ള കാര്യങ്ങളിലേ മാഡം പോവാറുള്ളൂ, അനുഗ്രഹം മണിക്കാറുള്ളൂ. എല്ലാവർക്കും ലോക ക്ഷീരദിന ആശംസകൾ. ഈ നന്നായി വാ ചിത്രം മാഡം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു. അതിന്റെ അടിയിൽ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ഭൂരിഭാഗവും പ്രതിപക്ഷത്തുള്ളവരല്ല, മാഡത്തിന്റെ പാർട്ടിയിലുള്ളവരും മുന്നണിയിലുള്ളവരും തന്നെയാണ്. എല്ലാവർക്കും ലോക ക്ഷീരദിന ആശംസകൾ. ഓക്കെ മാഡം, ഒരിക്കൽ കൂടി ക്ഷീരദിനാശംസകൾ.